ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2 ഡയമെൻഷണൽ ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ എനർജി വെല്ലാണ്. നമ്മൾ 1 ഡയമെൻഷണൽ വെല്ല് പറഞ്ഞു, അതായത് അതിൽ എക്സ് ഡയറക്ഷനിൽ മാത്രം മോഷൻ അലൗഡ് ആയ ഒരു വെല്ലാണ്. ഇവിടെ 2 ഡയമെൻഷണൽ വെല്ലാണ്. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, അവിടെയും പൊട്ടൻഷ്യൽ എനർജി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് പറയുന്നത്? യു ഓഫ് എക്സ് വൈ. ടു ഡയമെൻഷനല്ല, അപ്പോൾ എക്സ് വൈ രണ്ട് ആക്സിസ് ഉണ്ടാവും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി വിൽ ബി ഫങ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് ഗിവൺ ആസ് 0 for x between 0 and L and for y between 0 and L and u of x y is equal to infinite else. ഈ ഒരു റീജിയൻ അല്ലാത്തടത്തൊക്കെ പൊട്ടൻഷ്യൽ എനർജി ഇൻഫൈനൈറ്റ് ആണെന്നാണ്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയഗ്രാം നമുക്കൊന്ന് നോക്കാം. ഇതാണ് ആ ഡയഗ്രാം. എക്സ് വൈ ആക്സിസിൽ 0 മുതൽ L വരെയുള്ള ആ ഒരു എക്സ് 0 മുതൽ L ആകുന്നത് വരെ, വൈ 0 മുതൽ L ആകുന്നത് വരെ, അതെന്ന് പറഞ്ഞാൽ ഈ റീജിയനാണ്, ഈ സ്ക്വയർ റീജിയൻ. അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 ആണ്. എൽസ് അതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളിലൊക്കെ ഇൻഫൈനൈറ്റ് ആണ്. ഇവിടെ എല്ലാം ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഇത് നമ്മുടെ 1 ഡയമെൻഷണൽ വെല്ലിനെ മനസ്സിലാക്കിയ പോലെ തന്നെ മനസ്സിലാക്കാനുള്ളൂ. ഇവിടെ 2 ഡയറക്ഷനിൽ മോഷൻ അലൗഡ് ആണ്, 2 ഡയമെൻഷൻ ആണ് എന്നുള്ള മാറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലം ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് ശ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതി നോക്കണം. അപ്പോൾ ഇവിടെ ശ്രോഡിഞ്ചർ ഇക്വേഷൻ 2 ഡയമെൻഷനിലാണ് നമ്മൾ എഴുതേണ്ടത്. 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ 1 ഡയമെൻഷൻ ആയിരുന്ന സമയത്ത് d²ψ/dx² എന്നുള്ളൊരു ടേം ഉണ്ടായിരുന്നു. അവിടെ എക്സ് ഡയറക്ഷൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ 2 ഡയമെൻഷൻ ആവുന്ന സമയത്ത് എന്താക്കണം? d²ψ/∂x² പ്ലസ് d²ψ/∂y². ഇവിടെ 2 ഡയറക്ഷൻ അല്ലേ, അപ്പോൾ എക്സിന് കറസ്പോണ്ടിങ് ആയ ഡെറിവേറ്റീവ്, വൈ ഡയറക്ഷനിൽ കറസ്പോണ്ടിങ് ആയ ഡെറിവേറ്റീവ്. അപ്പോൾ ആ ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ യു ഓഫ് എക്സ് എന്നുള്ളത് ഇവിടെ യു ഓഫ് എക്സ് വൈ ആണ്, എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷനാണ്. സൈ എന്നുള്ളത് അവിടെ സൈ ഓഫ് എക്സ് ആയിരുന്നു, ഇവിടെ സൈ ഓഫ് എക്സ് വൈ ആണ്. ഓക്കെ, അത്ര മാറ്റമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ശ്രോഡിഞ്ചർ ഇക്വേഷൻ എങ്ങനെ ആയിരിക്കും? -h²/2m d²ψ/dx² പകരം 2 ഡയറക്ഷൻ ഉള്ളതുകൊണ്ട് എന്താവും? d²ψ/∂x² പ്ലസ് d²ψ/∂y² പ്ലസ് യു ഓഫ് എക്സ് വൈ ഇൻറ്റു സൈ ഓഫ് എക്സ് വൈ. എക്സ് വൈ ആണ്, എക്സിൻ്റെ വൈൻ്റെ ഫംഗ്ഷനാണ് സൈ, ആ ഒരു ഓർമ്മ വേണം. തൽക്കാലം അത് എക്സ് വൈ എന്ന് എഴുതണില്ല. സൈ ഓഫ് എക്സ് യു ഓഫ് എക്സ് വൈ ഇൻറ്റു സൈ ഈക്വൽ ടു ഇ സൈ. ഇവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? സൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈ ഓഫ് എക്സ് വൈ ആണ്, എക്സിൻ്റെയും വൈൻ്റെയും ഫംഗ്ഷനാണ് സൈ. ഓക്കെ, ഇവിടെയൊക്കെ എല്ലാ സൈകളും. അപ്പോൾ ഇതാണ് ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഇൻ 2 ഡയമെൻഷൻ. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യുക? നേരത്തെ ഇത് 2 റീജിയനാണ് ഇവിടെ ഉള്ളത്. ഒന്ന് ഈ പൊട്ടൻഷ്യലി 0 ആയ റീജിയന്, പിന്നെ മറ്റേത് പൊട്ടൻഷ്യലി ഇൻഫൈനൈറ്റ് ആയ ഈ സ്ക്വയറിൻ്റെ പുറത്തുള്ള റീജിയന്. അപ്പോൾ ആദ്യം പുറത്തുള്ള റീജിയൻ്റെ കാര്യം നമുക്ക് നോക്കാം. റീജിയൻ ഔട്ട്സൈഡ് ദ വെല്ല് അവിടെ യു ഓഫ് എക്സ് വൈ എന്താണ്? ഇൻഫൈനൈറ്റ് ആണ്. അപ്പോൾ ഇത് ഇൻഫൈനൈറ്റ് ആകുമ്പോൾ ശ്രോഡിഞ്ചർ ഇക്വേഷൻ ഫൈനൈറ്റ് ആവണമെങ്കിൽ സൈ ഷുഡ് ബി എന്താവണം? 0 ആസ് ലൈക്ക് 1D പൊട്ടൻഷ്യൽ വെൽ. 1 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ വെല്ലിൽ പൊട്ടൻഷ്യൽ എനർജി ഇൻഫൈനൈറ്റ് ആയടുത്ത് വേവ് ഫംഗ്ഷൻ 0 ആണ്. അതായത് പാർട്ടിക്കിളിനെ കാണാൻ സാധ്യത ഉണ്ടാവില്ല, പാർട്ടിക്കിളിനെ അവിടെ ഒരിക്കലും കാണൂല. കാരണം അത്രയും ഇൻഫൈനൈറ്റ് പൊട്ടൻഷ്യൽ എനർജി ഉള്ള റീജിയൻക്ക് പാർട്ടിക്കിളിന് വരാൻ കഴിയില്ല. അത്രയും വലിയൊരു വാളാണത്, അത്രയും വലിയൊരു ബൗണ്ടറിയാണ്, അത്രയും ഹാർഡായൊരു ബൗണ്ടറിയാണത്. അപ്പോൾ റീജിയൻ ഔട്ട്സൈഡ് ദ വെല്ലിന് സൈ ഈസ് ഈക്വൽ ടു 0. ഇനി റീജിയൻ ഇൻസൈഡ് ദ വെൽ അവിടെ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? യു ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ ശ്രോഡിഞ്ചർ ഇക്വേഷനിൽ അത് കൊടുക്കുക. അപ്പോൾ പിന്നെ ഒരു സ്മോൾ ഇക്വേഷനായി മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ യു ഓഫ് എക്സ് വൈ 0 എന്ന് കൊടുത്തുള്ള ഇക്വേഷൻ എഴുതി നോക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ ഇത് നിലവിൽ ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് നേരത്തെ സോൾവ് ചെയ്ത പോലെ സോൾവ് ചെയ്യാൻ കഴിയില്ല. കാരണം ഇവിടെ 2 പാർഷ്യൽ ഡെറിവേറ്റീവുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? അസ്യൂം ഒരു ടെക്നിക്കാണ്. അസ്യൂം സൈ ആസ് എ ഫങ്ഷൻ ഓഫ്
assume psi as product of two functions f and g. Assume psi of xy as the product of two separable functions f of x and g of y. അതായത് psi എന്നുള്ളത് എന്താണ്? psi of xy എന്നുള്ളത് എന്താണ്? f of x ഇൻറ്റു g of y ആണ്. അതായത് എക്സിൻ്റെ മാത്രം ഫംഗ്ഷനായ എഫും വൈൻ്റെ മാത്രം ഫംഗ്ഷനായ ജിയും ഇത് രണ്ടും കൂടി പ്രൊഡക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സൈ. അങ്ങനെ നമ്മൾ സൈനെ അസ്യൂം ചെയ്യാം. അപ്പം ഇങ്ങനെ നമ്മൾ -h⁻² ഇവിടെ സ്ക്രോഡിഞ്ചർ ഇക്വേഷൻ ചെയ്തല്ലോ. ഇവിടെ സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ സൈ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ അങ്ങനെ കൊടുക്കുക. ഇ ഇൻറ്റു സൈ അപ്പുറത്തും വരും എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. അപ്പോൾ ഇവിടെ -h⁻²² ഇവിടെ എഫ് ഓഫ് എക്സ് അത് എക്സിൻ്റെ ഫംഗ്ഷനാണ്, ജി ഓഫ് വൈ എന്നുള്ളത് വൈൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഈ ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഇതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക ഈ ജി ഓഫ് വൈ ഈ ഒരു ഡെറിവേറ്റീവിൽ. അപ്പോൾ അതിന് നമുക്ക് പുറത്തെടുക്കാം ജി ഓഫ് വൈ, കാരണം അത് വൈൻ്റെ ഫംഗ്ഷനാണ്, ഡെറിവേറ്റീവ് എക്സുമായിട്ടാണ്. ഇവിടെ അതുപോലെ എഫ് ഓഫ് എക്സിനെ പുറത്തെടുക്കാം, കാരണം ഡെറിവേറ്റീവ് വൈക്ക് വിത്ത് റെസ്പെക്റ്റും ആണ്. ആ സമയത്ത് ജി ഓഫ് വൈ മാത്രമേ ഡെറിവേഷനിൽ പങ്കെടുക്കുക. എഫ് ഓഫ് എക്സ് ഒരു കോൺസ്റ്റൻറ്റ് പോലെ ആയിരിക്കും, അത് പുറത്ത് വരും. ഓക്കെ, അപ്പോൾ അത് ഇവിടെ എന്തായി മാറും? ⁻² ജി ഓഫ് വൈ ജി ഓഫ് എഫ് ഓഫ് എക്സ് ഇങ്ങനെയായി മാറും. ഈ ഒന്നാമത്തെ ഡെറിവേറ്റീവിൽ ജി ഓഫ് വൈ പുറത്ത് വരും, രണ്ടാമത്തെ ഡെറിവേറ്റീവിൽ നിന്ന് എഫ് ഓഫ് എക്സും പുറത്ത് വരും. കാരണം ഡെറിവേഷനിൽ പങ്കെടുക്കണ മാത്രം ഡെറിവേറ്റീവിൻ്റെ ഉള്ളിൽ നിന്നാൽ മതി, മറ്റേത് കോൺസ്റ്റൻറ്റ് പോലെ ആയിരിക്കും. കോൺസ്റ്റൻറ്റിന് നമുക്ക് ഡെറിവേഷനിൽ പുറത്തെടുക്കാൻ പറ്റുമല്ലോ. ഇനി ത്രൂ ഔട്ട് നമ്മൾ എന്ത് ചെയ്യാം? എഫ് ഓഫ് എക്സ് ജി ഓഫ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ. അപ്പോൾ എന്തായി മാറും? -h⁻²² ഇവിടെ ജി ഓഫ് വൈ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ ജി ഓഫ് വൈ വെട്ടിപ്പോവും, അടിയിലൊരു എഫ് ഓഫ് എക്സ് വരും. എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്, അപ്പോൾ ജി ഓഫ് വൈ വെട്ടും, എഫ് ഓഫ് എക്സ് താഴെ വരും. പിന്നെ ഇവിടെ മേലെ ⁻² എഫ് ഓഫ് എക്സ് ബൈ ⁻x² പ്ലസ് ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ് വെട്ടിപ്പോവും, ജി ഓഫ് വൈ താഴെ വരും. അപ്പോൾ 1/g ഓഫ് വൈ ⁻² ജി ഓഫ് വൈ ബൈ ⁻y² ഈക്വൽ ടു ഇ. ഇവിടെ ഇത് രണ്ടും വെട്ടിപ്പോവും ഡിവൈഡ് ചെയ്യുമ്പോൾ. ഇത് ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി എഴുതുമ്പോൾ എന്തായി മാറും? ഇങ്ങനെയായി മാറും. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ രണ്ട് ടേമുകൾ വരും, ഒരു ടേം ഇത്, ഒരു ടേം ഇത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നോക്കിയാലേ, ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ നോക്കിയാലേ ഇതൊരു പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. കാരണം ഇവിടെ ∂x ആണ്, ∂x ഉം ∂y ആണ്. ഇതിൻ്റെ ഒന്നാമത്തെ ടേം എക്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇത് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ എക്സ്, ഓൺലി എക്സ്. ഇതോ ഡിപ്പെൻഡ്സ് ഓൺലി വൈ. ഓക്കെ, അപ്പോൾ ഇതിനെന്താ മനസ്സിലാക്കാൻ പറ്റുക? ഇതും മ്യൂച്വലി, ഈ രണ്ട് ടേമും മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആണ്. ഈ ടേം, ഈ ഒന്നാമത്തെ ടേം ഒരു നിലയ്ക്കും ഇതുമായി ബന്ധപ്പെടുന്നില്ല, ഇതൊരു നിലയ്ക്കും ഇതുമായി ബന്ധപ്പെടുന്നില്ല. രണ്ട് ഇൻഡിപെൻഡൻറ്റ് ടേമുകളാണ്. പിന്നെ ഇതിൻ്റെ RHSലുള്ളത് എനർജിയാണ്. RHSലുള്ള എനർജി ആണെങ്കിൽ LHSലും ഈ ഒരു ടേമിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? എനർജി ആയിരിക്കും. കാരണം ഈ സൈഡിൽ ഇവിടെ എനർജി ആവണമെങ്കിൽ ഈ ഒരു മൊത്തം ഡയമെൻഷൻ എന്തായിരിക്കും? എനർജിയുടെ ഡയമെൻഷനാണ്. ഇതിനും മൊത്തം ഡയമെൻഷൻ എനർജിയുടെ ആയിരിക്കും. ഈ ടേം മൊത്തം എനർജിയുടെ ഡയമെൻഷൻ ആയിരിക്കും, ഈ ടേം മൊത്തം എനർജിയുടെ ഡയമെൻഷൻ ആയിരിക്കും. അങ്ങനെ എനർജിയുടെ ഡയമെൻഷനുള്ള രണ്ടും കൂടി കൂട്ടുമ്പോൾ ഒരു ടോട്ടൽ എനർജി കോൺസ്റ്റൻറ്റ് എന്നുള്ള എനർജി, ടോട്ടൽ എനർജി വിച്ച് ഈസ് എ കോൺസ്റ്റൻറ്റ് എന്നുള്ള ഇതിലേക്കാണ് വരികയാണ്. അപ്പോൾ ഈ ടേം മ്യൂച്വലി ഇൻഡിപെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് ഇൻഡിവിജ്വലി എന്തായിരിക്കും? ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. കോൺസ്റ്റൻറ്റ് വിച്ച് ഹാവ് ഡയമെൻഷൻ ഓഫ് എനർജി. ഇതും ഒരു കോൺസ്റ്റൻറ്റ് ഹാവിങ് ഡയമെൻഷൻ ഓഫ് എനർജി. സോ ദാറ്റ് ദ ടു കോൺസ്റ്റൻറ്റ്സ് ആർ ആഡഡ് ടു ഗെറ്റ് ദ ടോട്ടൽ എനർജി. അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് എന്ത് വിളിക്കാം? ഫസ്റ്റ് ടേം എക്സുമായി ബന്ധപ്പെട്ട ഒരു എനർജിയാണ്.
എക്സ് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട എനർജി. അതുകൊണ്ട് ഫസ്റ്റ് ടേമിനെ നമ്മൾ ഇ എക്സ് എന്ന് വിളിച്ചു. ഇത് വൈ ഡയറക്ഷനുമായി വൈ ആക്സിസുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ വൈ ഡയറക്ഷനിലുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡവുമായി ബന്ധപ്പെട്ട എനർജി. അപ്പോൾ ഇതിനെ ഇ വൈ. സോ ദാറ്റ് ഇ എക്സ് പ്ലസ് ഇ വൈ ഈസ് ഈക്വൽ ടു ഇ ടോട്ടൽ എനർജി. അപ്പോൾ ഇത് നമ്മൾ വൺ ഡയമെൻഷണൽ വെല്ലിൽ എക്സ് ഡയറക്ഷനിൽ മാത്രം മോഷൻ അലൗഡ് ഉള്ളായിരുന്നു. ഇവിടെ എക്സ് ഡയറക്ഷനിലുണ്ട് വൈ ഡയറക്ഷനിലുണ്ട്. അപ്പോൾ ഇത് എക്സ് ഡയറക്ഷനുമായി അസോസിയേറ്റ് ചെയ്ത എനർജിയാണ് ഇ എക്സ്, വൈ ഡയറക്ഷനുമായി അസോസിയേറ്റ് ചെയ്ത എനർജിയാണ് ഇ വൈ. അപ്പോൾ നമുക്കതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. ഓക്കെ, അപ്പോൾ ഹിയർ ഫസ്റ്റ് ടേം നോക്കിയാൽ ഇതിലപ്പോൾ ഫസ്റ്റ് ടേം ഇതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഒന്നാമത്തെ ഈ ടേമിനെ ഇ എക്സ് എന്ന് എഴുതാം, രണ്ടാമത്തിന് ഇ വൈ എന്ന് എഴുതാം. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ എഴുതാം. ഒന്നാമത്തെ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m 1/f(x) ഡോ സ്ക്വയർ f(x) ബൈ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു ഇ എക്സ്. എനർജി അസോസിയേറ്റഡ് വിത്ത് എക്സ് ഡയറക്ഷൻ. ഓക്കെ, അതാ എനർജി. അതുപോലെ രണ്ടാമത്തെ ടേമിനെ ഇ വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഇങ്ങനെയാണെങ്കിൽ ഇ എക്സ് പ്ലസ് ഇ വൈ ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അല്ലേ? നമ്മളങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ലേ വരിക? അങ്ങനെയാണെങ്കിൽ ഈ ടേം ഇ എക്സ് ആണ്, ഇത് ഇ വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇ എക്സ് പ്ലസ് ഇ വൈ ഈസ് ഈക്വൽ ടു ഇ. അതാണ് ഇവിടെ അവസാനം എഴുതിയത്. നമ്മൾ തൽക്കാലം നമ്മളൊരു ഇതിന് എളുപ്പത്തിന് വേണ്ടി ഈ ഒരു ഇക്വേഷൻ 1 വിളിച്ചു. പിന്നെ ഒന്നാമത്തെ ഇതിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയ ഒന്നാമത്തേതിനെ ഇക്വേഷൻ 2 എന്ന് വിളിച്ചു. ഓക്കെ, ഈ ഒന്നാമത്തെ ഇ എക്സ് എന്നുള്ളതിനെ ഇക്വേഷൻ 2, ഇ വൈ എന്നുള്ളതിനെ ഇക്വേഷൻ 3, ഇത് ഇക്വേഷൻ 4. അങ്ങനെയാണെങ്കിൽ ഇനി ഇക്വേഷൻ 2 സോൾവ് ചെയ്താൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഇവിടുന്ന് കണ്ടെത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതാം. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷൻ 2നെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ഇതിനെ റീഅറേഞ്ചിങ് ഇക്വേഷൻ 2. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇനി ഒന്നും കൂടി ഇതിനെ റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ താഴെയുള്ള എഫ് ഓഫ് എക്സ് മേലെ ഇപ്പുറത്ത് ആയിട്ട് വരും. ഇങ്ങനെയായി മാറും എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻറ്റിൻ്റെ പോലത്തെ ഒരു ഇക്വേഷനായി മാറി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ വൺ ഡയമെൻഷണൽ വെല്ലിൽ കാട്ടിയ പോലെ തന്നെ ഈ ഒരു ടേമിനെ നമ്മൾ കെ സ്ക്വയർ എന്ന് വിളിക്കുക. ഇവിടെ എക്സുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് നമ്മൾ ലെറ്റസ് കോൾ ഇറ്റ് ആസ് കെ എക്സ്. അങ്ങനെ കെ എക്സ് സ്ക്വയർ. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ എന്തായി മാറും? ഇങ്ങനെയായി മാറും. ഇക്വേഷൻ 4 എന്ന് വിളിച്ചു. 4L5. ഇതുപോലെ മറ്റേതിനെ റീഅറേഞ്ച് ചെയ്യാം. ഇക്വേഷൻ 3യെ റീഅറേഞ്ച് ചെയ്യാം. ഈ ഇക്വേഷനെ ഈ വൈ ഡയറക്ഷനുമായി ബന്ധപ്പെട്ട ഇക്വേഷന് ഇതുപോലെ തന്നെ കിട്ടും. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വൈ ആയിരിക്കും, എഫിൻ്റെ സ്ഥാനത്ത് ജി ആയിരിക്കും. ഇങ്ങനെ വരും. ഈ കോൺസ്റ്റൻറ്റിനെ നമ്മൾ കെ സ്ക്വയർ കെ വൈ സ്ക്വയർ എന്ന് വിളിക്കും. കെ വൈ സ്ക്വയർ എന്ന് വിളിക്കും. നമ്മൾ വൈ ഡയറക്ഷനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് ഇത് രണ്ടും വ്യത്യസ്തമാകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെറിയൊരു ഇൻഡെക്സ് അടിയിൽ കൊടുക്കുന്നത്, ഒരു ലേബലിങ് മാറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെ 5, 6 2 ഇക്വേഷൻസ് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇതെന്താണ്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആണ്. ഇവിടെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എക്സ്പോണൻഷ്യൽ ഫോമിൽ സൊല്യൂഷൻ പറയാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ഇവിടെ ഐ വരുന്ന രീതിയിലായിരിക്കും വരിക. ഇവിടെ മൈനസ് സൈൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇമാജിനറി
പവറായിരിക്കും എക്സ്പോണൻറ്റിൻ്റെ ഇതിൽ വരിക. അപ്പോൾ നമ്മൾ സൈനിൻ്റെയും കോസിൻ്റെയും ടേമിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ എന്തായിരിക്കും സൊല്യൂഷൻ വരിക? സൈനിൻ്റെയും കോസിൻ്റെയും ടേമിൽ പറയുകയാണെങ്കിൽ എ സൈൻ കെ എക്സ് പ്ലസ് ബി കോസ് കെ എക്സ് 5ൻ്റെ സൊല്യൂഷനായിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, നമുക്ക് ഇവിടെ തന്നെ എഴുതാം. സൊല്യൂഷൻ ഓഫ് ദ എബോവ് ഇക്വേഷൻ. അപ്പോൾ കോൺസ്റ്റൻറ്റ് കോയിഫിഷ്യൻ്റുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. ദെർഫോർ സൊല്യൂഷൻ ഈ എഫ് ഓഫ് എക്സ് സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരിക്കും? എ സൈൻ കെ എക്സ് പ്ലസ് ഇവിടെ കെ എന്നുള്ളത് കെ എക്സ് ആണ്, ഇൻഡെക്സ് വേണം, പ്ലസ് ബി കോസ് കെ എക്സ്. അതുപോലെ വൈയുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഇതിൻ്റെ സൊല്യൂഷൻ എന്താ വരിക? ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എ കോസ് കെ വൈ പ്ലസ് എ സൈൻ കെ വൈ പ്ലസ് ബി കോസ് കെ വൈ. സോറി, എയും ബിയും നമ്മൾ ഉപയോഗിക്കുന്നില്ല, കാരണം എയും ബിയും നേരത്തെ ഇക്വേഷനിൽ ഉപയോഗിച്ചു. അതുകൊണ്ട് നമ്മൾ സിയും ഡിയും ഉപയോഗിക്കാം. ഇങ്ങനെ വരും. ജി ഓഫ് വൈ ഇത് വരും, എഫ് ഓഫ് വൈ ഇതും വരും, എഫ് ഓഫ് എക്സ് ഇതും വരും. ഓക്കെ, അപ്പോൾ സൈ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതും കൂടി മൾട്ടിപ്ലൈ ചെയ്താണ്. ഓക്കെ, എഫ് ഇൻറ്റു ജി. ഇനി ഈ കോൺസ്റ്റൻറ്റുകൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യണം, എ ബി സി ഡി എന്നുള്ള കോൺസ്റ്റൻറ്റുകൾ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ബൗണ്ടറി കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. ബൗണ്ടറി കണ്ടീഷൻസ്. അപ്പോൾ ഇവിടുത്തെ ബൗണ്ടറി കണ്ടീഷൻ എങ്ങനെയാണ് വരുന്നത്? നമ്മളെ ഇൻഫൈനൈറ്റ് വെല്ലിൻ്റെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ക്വയർ വെല്ലാണ്. അപ്പോൾ ഇവിടുത്തെ വെല്ല് ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ സൈ നമുക്ക് കിട്ടിയ ഈ ഇതുണ്ടാവുക. പിന്നെ ഇവിടെയൊക്കെ സൈ 0 ആണ്. വേവ് ഫംഗ്ഷൻ ഇവിടെ ഒന്നും പാർട്ടിക്കിൾ കാണില്ല, കാരണം ഇവിടെയൊക്കെ യു ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയാണ്. പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആയ റീജിയനിൽ വേവ് ഫംഗ്ഷൻ 0 ആണ്. അതുകൊണ്ട് അവിടെ നിന്ന് പാർട്ടിക്കിളിനെ കാണാൻ സാധ്യതയില്ല. അപ്പോൾ ഈ ഒരു ബൗണ്ടറി ഇവിടെ നമ്മൾ ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഒരു ബൗണ്ടറിയാണ് ഏതാണ്? സൈ ഓഫ് എക്സ് വൈ അല്ലേ? എക്സ് ഇവിടെ ഏതോ ആവാം, വൈ 0 ആണ്. ഈ ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇവിടെ സൈ ഓഫ് എൽ എക്സ് എല്ലാണ്. ഈ ഒരു ബൗണ്ടറി മൊത്തം, ഈ ഒരു ലൈന് മൊത്തം എക്സ് ഈക്വൽ ടു എല്ലാണ്. വൈ ഏതും ആവാം, 0 മുതൽ എൽ ആവാം. അതാണ് ഈ ഒരു ബൗണ്ടറി. ഈ ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞാൽ സൈ ഓഫ് എക്സ് എൽ. ഈ ഒരു ബൗണ്ടറി എന്ന് പറഞ്ഞാൽ സൈ ഓഫ് 0 വൈ. അപ്പോൾ ഈ ഒരു ബൗണ്ടറിയിലൊക്കെ ഇപ്പുറത്ത് വൈ ഫംഗ്ഷൻ 0 ആയതുകൊണ്ട് ഈ ബൗണ്ടറിയിൽ ഇത് 0 ആവണം. അപ്പോൾ ഇതൊക്കെ എന്താവണം? 0 ആവണം. ഓക്കെ, അപ്പോൾ ബൗണ്ടറിയിൽ എന്താവണം? ഇത് കണ്ടിന്യൂസ് ആവണം. ബൗണ്ടറിയിൽ കണ്ടിന്യൂസ് ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് 0 ആയതുകൊണ്ട് അത് 0 ആവണം ബൗണ്ടറിയിൽ. അപ്പോൾ ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0, ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0, ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0, ദിസ് ഷുഡ് ബി ഈക്വൽ ടു 0. ഓവറോൾ സൈൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് ജി ഓഫ് എഫ് ഓഫ് എക്സും ജി ഓഫ് വൈയും ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഇൻഡിവിജ്വലായിട്ട് നോക്കിയിട്ട് അവസാനം സൈയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ സൈ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. വേർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ദിസ്, ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു ദിസ്. നമുക്ക് ആദ്യം തന്നെ എഫ് ഓഫ് എക്സിന് എയും ബി ഒക്കെ കണ്ടെത്തിയതിന് ശേഷം ഇതിൽ കൊടുക്കാം. അപ്പോൾ അതിന് എയും ബിയും കണ്ടെത്താൻ ആദ്യം നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം ഏത് ബൗണ്ടറിയാണ്? ആദ്യം നമുക്ക് എക്സിൻ്റെ ഫംഗ്ഷനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ബൗണ്ടറിയിൽ അറ്റ് ബൗണ്ടറി എക്സ് ഈക്വൽ ടു 0 അവിടെ എന്താവണം? ജി ഓഫ് എക്സ് എന്നുള്ളത് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്താവണം? 0 ആവണം. നമ്മൾ 1 ഡൈമെൻഷണൽ വെല്ലുമായി കമ്പയർ ചെയ്ത് അതുപോലെ നമ്മൾ കാണാം. 1 ഡൈമെൻഷണൽ വെല്ലിൽ ഒരു ഡയറക്ഷനിൽ മാത്രം മോഷൻ അലൗഡ് ഉള്ളൂ. ഇനി അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒറ്റ ഫംഗ്ഷൻ മാത്രമേ വേവ് ഫംഗ്ഷനായിട്ട് വന്നിട്ടുള്ളത്. ഇവിടെ എക്സ് ഡയറക്ഷനിൽ ഒരു ഡിഗ്രി ഓഫ് ഫ്രീഡം ഉണ്ട്. അതായത് എക്സ് ഡയറക്ഷനിലും പാർട്ടിക്കിൾ മൂവ് ചെയ്യാം, വൈ ഡയറക്ഷനിലും ഒരു അലൗഡാണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണ് പറയുന്നത്? എക്സ് ഡയറക്ഷനിലുള്ള പാർട്ടിക്കിളിൻ്റെ മോഷനെ കുറിച്ചാണ് പറയുന്നത്. ജി ഓഫ് വൈ എന്നുള്ളത് വൈ ഡയറക്ഷനിലുള്ള അതിൻ്റെ മോഷനെ കുറിച്ചാണ് പറയുന്നത്.
അപ്പോൾ സെപ്പറേറ്റ്ലി എഫ് ഓഫ് എക്സ് എന്താവണം, ബൗണ്ടറി കണ്ടീഷൻ ഒബേ ചെയ്യണം, ജി ഓഫ് വൈയും ബൗണ്ടറി കണ്ടീഷൻ ഒബേ ചെയ്യണം. അപ്പോൾ എക്സ് ഡയറക്ഷനിലുള്ള വൈ ഡയറക്ഷൻ എഫ് ഓഫ് എക്സ് ഒബേ ചെയ്യണം, വൈ ഡയറക്ഷനിലുള്ള ബൗണ്ടറി കണ്ടീഷൻ ജി ഓഫ് വൈയും ഒബേ ചെയ്യണം. അപ്പോൾ അറ്റ് ബൗണ്ടറി എക്സ് ഈക്വൽ ടു 0 ജി ഓഫ് 0 ഈസ് ഈക്വൽ ടു 0 ആവണം. നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. സോറി, ജി അല്ല, എഫ് ഓഫ് 0 ഈസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ ആ 0 എന്ന് കൊടുത്തു നോക്കുക. എഫ് ഓഫ് എക്സിൽ എക്സിൻ്റെ സ്ഥാനത്തൊക്കെ 0 കൊടുത്തു നോക്കാം. അപ്പോൾ എ സൈൻ 0 പ്ലസ് ബി കോസ് 0 ഈക്വൽ ടു 0 എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് വരിക. എ സൈൻ 0, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ എന്താണ് സൈൻ കെ ഇൻറ്റു 0 എന്നുള്ളത് സൈൻ 0 ഈക്വൽ ടു 0 ആണ്. പിന്നെ ബി കോസ് 0 എന്താണ്, 1 ആണ്. ദെർഫോർ ഇവിടെ ബി മാത്രമേ ബാക്കി വരുള്ളൂ. ബി ഈക്വൽ ടു 0 എന്ന് വരിക. അപ്പോൾ അതിന് നമുക്ക് ബി ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ബൗണ്ടറി കണ്ടീഷൻ അറ്റ് അപ്പോൾ ബി ഈക്വൽ ടു 0 എന്ന് കിട്ടിയില്ലേ. അപ്പോൾ നമുക്ക് ആ ഇതിൽ കൊടുക്കാം. നമ്മുടെ എഫ് ഓഫ് എക്സിൽ ഈ ബി ഈക്വൽ ടു 0. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഈ ഒരു ടേം മാത്രമേ ഉണ്ടാവുള്ളൂ, എ സൈൻ കെ. അപ്പോൾ എഫ് ഓഫ് എക്സ് ഇവിടെ നമുക്ക് ഒന്ന് ചെറുതാക്കി കിട്ടി. ഇനി അറ്റ് ബൗണ്ടറി വൈ ഈക്വൽ ടു 0 അവിടെ എന്താണ്, ജി ഓഫ് വൈ 0 ആവണം. കാരണം വൈയുമായി അസോസിയേറ്റ് വൈ ഡയറക്ഷനുമായി അസോസിയേറ്റ് ചെയ്ത ഫംഗ്ഷന് വേവ് ഫംഗ്ഷൻ്റെ പാർട്ടാണ് ജി ഓഫ് വൈ. അപ്പോൾ ആ വൈ ഡയറക്ഷനിലുള്ള ആ ബൗണ്ടറിയിൽ 0 ആവണമല്ലോ, കണ്ടിന്യൂസ് ആവണ്ടേ. അപ്പോൾ അത് ഇവിടെ കൊടുക്കുക അറിയുമ്പോൾ ഇവിടെ വൈനൊക്കെ 0 കൊടുക്കുക, എന്നിട്ട് ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്യും. അപ്പോൾ കൊടുക്കുമ്പോൾ എന്താവും, ഇങ്ങനെ വരും. ഇതിൽ ഇത് 0, സൈൻ 0 എന്നുള്ളത് 0, കോസ് 0 എന്നുള്ളത് 1. അപ്പോൾ അതിനെന്താ കിട്ടുക, ഡി ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ ജി ഓഫ് വൈ ഈക്വൽ ടു എന്താവും, സി സൈൻ കെ വൈ ഇൻറ്റു വൈ. അപ്പോൾ ജി ഓഫ് വൈ ചെറുതായിക്കാണ്ട് കിട്ടി, ഇതും കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആ മറ്റേ കണ്ടീഷൻ ബൗണ്ടറി അറ്റ് എക്സ് ഈക്വൽ ടു എൽ ആൻഡ് വൈ ഈക്വൽ ടു എൽ. എഫ് ഓഫ് എൽ ഈസ് ഈക്വൽ ടു 0, ബൗണ്ടറി എക്സ് ഈക്വൽ ടു എല്ലിലും അങ്ങനെ തന്നെ അല്ലേ. കാരണം അത് ബൗണ്ടറി നമ്മളെ വരച്ച അതിൽ കണ്ടില്ലേ, ഈ ബൗണ്ടറിക്ക് അപ്പുറത്ത് വേവ് ഫംഗ്ഷൻ 0 ആണ്. അപ്പോൾ ബൗണ്ടറിൻ്റെ ഉള്ളിൽ അതൊരു വാല്യൂ ആണ്. അപ്പോൾ ആ വാല്യൂക്ക് 0 കൂടിയാണ് എത്തുക ബൗണ്ടറിയിൽ. അപ്പോൾ ആ കണ്ടിന്യൂസ് ആവണമെങ്കിൽ 0 ആവണം. എഫ് ഓഫ് എൽ ഈസ് ഈക്വൽ ടു 0 എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ നമ്മൾ എഫിൻ്റെ ഇവിടെ കൊടുക്കുക. അപ്പോൾ എ സൈൻ കെ എക്സ് ഇൻറ്റു എൽ ഈക്വൽ ടു 0. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ പുറത്ത് പോകുമ്പോൾ അത് പോവും. പിന്നെന്താ വരിക, കെ എക്സ് ഇൻറ്റു എൽ ഈക്വൽ ടു എൻ പൈ എന്നാണ് വരിക. ഇത് 0 ആവണമെങ്കിൽ കെ എക്സ് ഇൻറ്റു എൽ എൻ പൈ ആവണം, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആവണം. അപ്പോൾ ഇത് നമുക്ക് കെ എക്സ് ഈക്വൽ ടു എന്ത് ചെയ്താം, ഇവിടെ എൻ എന്നുള്ളതിനെ നമ്മൾ എൻ എക്സ് എന്നാണ് വിളിക്കുന്നത്. കാരണം അവിടെ ജീൻ്റെ ഉള്ളിൽ ഒരു എൻ വരും, അപ്പോൾ അത് മാറാതിരിക്കാൻ വേണ്ടി. അപ്പോൾ കെ എക്സ് ഈസ് ഈക്വൽ ടു എൻ എക്സ് പൈ ബൈ എൽ. അപ്പോൾ അത് കൊടുക്കുകയാണെങ്കിൽ നമ്മളെ വേവ് ഫംഗ്ഷൻ ഒന്നും കൂടി എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഒന്നും കൂടി മോഡിഫൈ ചെയ്ത് എഴുതാം. എഫ് ഓഫ് എക്സിൽ കെ എക്സ് സൈൻ കെ എക്സ് എന്നല്ലേ, എ സൈൻ കെ എക്സ് എന്നല്ല, അതിലെ കെക്ക് പകരം ഇത് കൊടുക്കാം, എ സൈൻ എൻ എക്സ് പൈ ബൈ എൽ. കെക്ക് പകരം ഇത് കൊടുത്തു, പിന്നെ എക്സ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാവും എഫ് ഓഫ് എക്സ്. ഇനി ജി ഓഫ് വൈ ഈക്വൽ ടു എൽ എന്നുള്ള ബൗണ്ടറിയിൽ അറ്റ് ബൗണ്ടറി സി സൈൻ കെ വൈ ഇൻറ്റു എൽ ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക, സി ഭാഗത്ത് പോകുമ്പോൾ 0 ആവും. പിന്നെ ഈ സൈൻ കെ വൈ ഇൻറ്റു സൈൻ കെ എൽ ഈസ് ഈക്വൽ ടു 0 എന്ന് വരിക. അങ്ങനെയാണെങ്കിൽ സൈൻ്റെ ഉള്ളിലുള്ളത് ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആവണം. അതായത് കെ വൈ ഇൻറ്റു എൽ ഷുഡ് ബി ഈസ് ഈക്വൽ ടു എൻ പൈ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ. അപ്പോൾ ഇത് വൈയുമായി അസോസിയേറ്റ് ആയതുകൊണ്ട് എൻ വൈ എന്ന് ഇവിടെ കൊടുക്കുക.
or ky is equal to ny into pi by l. അപ്പോൾ ഇത് കൊടുക്കുക, അത് നമ്മൾ വേവ് ഫംഗ്ഷനിൽ കൊടുക്കുക കേക്ക് പകരം. അപ്പോൾ നമ്മൾ വേവ് ഫംഗ്ഷനിലെ ജി ഓഫ് എൽ എന്നുള്ളത് എന്തായി മാറും? എ സൈൻ എൻ പൈ വൈ ബൈ. അപ്പോൾ ജി ഓഫ് വൈ എന്നുള്ളത് ഇങ്ങനെയായി മാറും. ഓക്കെ, അപ്പോൾ ഈ ബൗണ്ടറി കണ്ടീഷൻ ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എഫ് ഓഫ് എക്സ് എന്നുള്ളത് ഇങ്ങനത്തെ ഇതായി മാറി, ജി ഓഫ് വൈ എന്നുള്ളത് ഇതായി മാറി. ഇനി നമുക്ക് ആ ടോട്ടൽ വേവ് ഫംഗ്ഷൻ സൈ എഴുതാം. ടോട്ടൽ വേവ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് വൈ എന്ന് ആവും. അപ്പോൾ എക്സ് വൈ എന്നുള്ള എന്തായി? എ സൈൻ എൻ എക്സ് ഇൻറ്റു പൈ. അതൊക്കെ ഈ രണ്ട് എഫും ജിയും അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെ വരും. പിന്നെ എ സി എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് വരും. അപ്പോൾ എ സി എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് ഈസ് അനദർ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിന് നമുക്ക് എ പ്രൈം എന്ന് വിളിക്കാം. എ പ്രൈം ഈസ് ഈക്വൽ ടു എ സി എന്നുള്ള അതിന് നമ്മൾ എ പ്രൈം എന്ന് വിളിച്ചു. സൈൻ എൻ എക്സ് ഇങ്ങനെയായി മാറും നമ്മൾ വേവ് ഫംഗ്ഷൻ. അപ്പോൾ ഈ വേവ് ഫംഗ്ഷൻ്റെ അടുത്തതായിട്ട് നമുക്ക് കണ്ടെത്തേണ്ടത് എ പ്രൈമാണ്. അപ്പോൾ ഇനി എ പ്രൈം കണ്ടെത്താൻ വേണ്ടി നമുക്ക് ഈ സൈ ഓഫ് എക്സ് വൈനെ നോർമലൈസ് ചെയ്യാം. നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഓവറോൾ സ്പേസിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഒന്നായിരിക്കും. മൊത്തം സ്പേസിലെല്ലാം കൂടി നമ്മൾ പ്രോബബിലിറ്റി നോക്കുമ്പോൾ ഒന്നല്ല കിട്ടേണ്ടി, എന്നാലല്ലേ പാർട്ടിക്കിൾ ഉണ്ട് എന്ന് പറയാം. അപ്പോൾ അതിനു വേണ്ടി ഓവറോൾ സ്പേസിൽ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. എന്താണ് ഇതിൻ്റെ ഇക്വേഷൻ? എന്താണ്? മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഡി എക്സ്. ഓവറോൾ സ്പേസ് എന്നുള്ളത് ഇവിടെ 2 ഡയമെൻഷൻ ആയതുകൊണ്ട് ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ ഇതെന്താണ്? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി, ഡി എക്സിൻ്റെ ലിമിറ്റ് ഇങ്ങനെ, വൈൻ്റെ ലിമിറ്റും ഇങ്ങനെ. ഇത് 2 ഡയമെൻഷനാണ് കേട്ടോ. 2 ഡയമെൻഷൻ. 1 ഡയമെൻഷൻ ആയ സമയത്ത് വളരെ സിമ്പിളായിരുന്നു. എങ്ങനെയായിരുന്നു? മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 ഓവറോൾ സ്പേസിലെ. അപ്പോൾ എക്സിൽ മാത്രം മോഷൻ ലിമിറ്റ് ചെയ്ത സമയം അതായിരുന്നു. ഇവിടെ വൈ ഡയറക്ഷൻ ആയതുകൊണ്ട് ഇങ്ങനെ ഡി എക്സും ഡി വൈ ഉണ്ടാവും. സെഡും കൂടി 3 ഡയമെൻഷനിലാണെങ്കിൽ ഡി എക്സ് ഡി വൈ ഡി സെഡ് ഉണ്ടാവും. ഇവിടെ ഒരു ഇൻ്റഗ്രലും കൂടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവുക? മൈനസ് ഇൻഫിനിറ്റി മുതൽ പ്ലസ് ഇൻഫിനിറ്റി വരെ ഒരേ സൈൻ്റെ വാല്യൂ ആണോ? അല്ല, മൈനസ് ഇൻഫിനിറ്റി ടു 0 മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ പ്ലസ് 0 ടു എൽ നമ്മുടെ ബോക്സിൻ്റെ ഉൾഭാഗം ഡി എക്സ് ഡി വൈ പ്ലസ് പിന്നെ എൽ മുതൽ ഇൻഫിനിറ്റി വരെ എൽ ടു ഇൻഫിനിറ്റി മോഡുലസ് ഓഫ് സൈ സ്ക്വയർ ഡി എക്സ് ഡി വൈ ഈക്വൽ ടു 1. സോറി, 0 അല്ല, 1. ഈക്വൽ ടു 1. ഇനിയിപ്പോൾ ഈ ടേമൊക്കെ എന്താ? ഈ ടേമിൽ ഇവിടെ ബോക്സിൻ്റെ ഉള്ളിൽ മാത്രമേ വേവ് ഫംഗ്ഷനേ ഉള്ളൂ. അപ്പോൾ 0 ടു എല്ലിൽ മാത്രമേ വേവ് ഫംഗ്ഷനേ ഉള്ളൂ. അതിൻ്റെ പുറത്തൊക്കെ 0 ആണ്. അപ്പോൾ അതിൻ്റെ പുറത്തൊക്കെ ഇത് 0 ആണ്, ഇത് 0 ആണ്. അപ്പോൾ ഈ പുറത്തുള്ള ഇതിലൊക്കെ ഈ ഇൻ്റഗ്രലൊക്കെ 0 ആയിപ്പോവും. ഈ ഇൻ്റഗ്രൽ 0 ആവും, ഈ ഇൻ്റഗ്രലും 0 ആവും. ഇത് മാത്രമേ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ ഇവിടുത്തെ വേവ് ഫംഗ്ഷനാണ് എന്ത്? ഈ ബോക്സിൻ്റെ ഉൾഭാഗത്തെ വേവ് ഫംഗ്ഷനാണ് ഇത്. അപ്പോൾ അതിൻ്റെ മോഡുലസ് ഓഫ് സൈ സ്ക്വയർ എടുക്കുക, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് നോക്കാം. 0 ടു എൽ എ പ്രൈം മോഡുലസ് ഓഫ് സൈ സ്ക്വയർ അല്ലേ? അപ്പോൾ എ പ്രൈം സ്ക്വയർ സൈൻ സ്ക്വയർ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ഇതിൽ എ സ്ക്വയർ പുറത്തെടുക്കുക. അപ്പോൾ ഈ ഇൻ്റഗ്രേഷൻ നമ്മൾ
ഇതിപ്പോൾ എക്സിൻ്റെ മാത്രം ഒരു ഫംഗ്ഷന് വൈൻ്റെ മാത്രം ഫംഗ്ഷൻ അല്ലേ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് ഈ ഇൻ്റഗ്രേഷനെ വേറെ വേറെ ആക്കി എഴുതാം. എക്സിൻ്റെ മാത്രം ഇൻ്റഗ്രലി, വൈൻ്റെ മാത്രം ഇൻ്റഗ്രലി. ഇനി അത് ചെയ്യാം. അപ്പോൾ ഇവിടെ സൈൻ സ്ക്വയറിൻ്റെ ഇൻ്റഗ്രലാണ് കാണേണ്ടത്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ ഈസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ ബൈ 2. ഈ ഐഡൻറ്റിറ്റി ഇവിടെ യൂസ് ചെയ്യുക, എന്നിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഈ 1ൻ്റെ പാർട്ട് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ, കോൺട്രിബ്യൂഷൻ ചെയ്യുള്ളൂ. എ പ്രൈം സ്ക്വയർ ഈ ഇത് എന്തായി മാറും, L/2 എന്ന് കിട്ടും. ഇവിടുന്ന് L/2 എന്ന് കിട്ടും. ഓക്കെ, ഈക്വൽ ടു 1. അപ്പോൾ എ പ്രൈം സ്ക്വയർ ഇൻറ്റു എൽ സ്ക്വയർ ബൈ 4 ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓർ എ പ്രൈം ഈസ് ഈക്വൽ ടു 2/L എന്ന് കിട്ടും. അപ്പോൾ എ പ്രൈം കിട്ടി. എ പ്രൈം കിട്ടിയ ഇവിടെ നമ്മുടെ വേവ് ഫംഗ്ഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മൊത്തം വേവ് ഫംഗ്ഷൻ കിട്ടി. ഓക്കെ, 2/L എന്ന് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ വേവ് ഫംഗ്ഷൻ, എല്ലാമായി. അപ്പോൾ ഇതെന്താ മാറ്റം, നമ്മുടെ 1 ഡയമെൻഷനൽ വെല്ലിൽ എന്തായിരുന്നു വേവ് ഫംഗ്ഷൻ, സൈ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു √2/L സൈൻ nπx/L ആയിരുന്നു. അപ്പോൾ ഇവിടെ 2 ഡയമെൻഷൻ ഉണ്ട്, 2 ഡയമെൻഷൻ. അപ്പോൾ അവിടെ 1 ഡയമെൻഷൻ ആയ സമയത്ത് ഒരു സൈൻ ഉണ്ടായിരുന്നു. ഇവിടെ 2 ഡയമെൻഷൻ ആയതുകൊണ്ട് ഒരു സൈൻ എക്സിന് കറസ്പോണ്ടിങ് ആയി nπx/L, വൈക്ക് കറസ്പോണ്ടിങ് ആയി സൈൻ nπy/L രണ്ടും വരും. പിന്നെ ഇവിടെ ആ സമയത്ത് √2/L ആയിരുന്നു. ഇവിടെ 2 ഡയമെൻഷൻ ഉള്ളതുകൊണ്ട് 2 തവണ √2/L ഉണ്ട്. 2 തവണ √2/L, അതാണ് 2/L. ഇനിയിപ്പോൾ 3 ഡയമെൻഷനിലാണെങ്കിലോ സൈ ഓഫ് x/y/z ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഈ ഒരു കോൺസ്റ്റൻ്റ് എന്തായിരിക്കും, 2/L ഇൻറ്റു √2/L ആയിരിക്കും. ഓക്കെ, സൈൻ ഇവിടെ തന്നെ ഉണ്ടാവും, സൈൻ nπx/L ഉണ്ടാവും, സൈൻ nπy/L ഉണ്ടാവും, സൈൻ nπz/L ഉണ്ടാവും 3 ഡയമെൻഷൻ ആണെങ്കിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് പഠിച്ചാൽ 1 ഡയമെൻഷനിൽ വലിയ പഠിച്ചാൽ അതൊക്കെ എളുപ്പം പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വേവ് ഫംഗ്ഷൻ കിട്ടി. ഇനി അടുത്തതായിട്ട് എനർജിയാണ്, പാർട്ടിക്കിളിൻ്റെ എനർജി കണ്ടെത്തണം. അപ്പോൾ നമ്മളെ 1 ഡയമെൻഷനൽ വെല്ലിൽ 1D വെല്ലിൽ എന്തായിരുന്നു എനർജി, ഈസ് ഈക്വൽ ടു n²π²h²/2ml². അതേപോലത്തെ ഒരു എക്സ്പ്രഷൻ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, എനർജി റിലേറ്റ് ചെയ്യുന്നൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ kx ഇൻറ്റു L ഈസ് ഈക്വൽ ടു nπ എന്നല്ലേ. അതിന് നമുക്ക് kx ഈസ് ഈക്വൽ ടു nπ/L എന്ന് കിട്ടും. സോറി, ഇവിടെ nx ഇത് ബൗണ്ടറി കണ്ടീഷൻ ഉണ്ടാക്കിയതാണ് നമ്മൾ. ബൗണ്ടറി കണ്ടീഷൻ, ഇതിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ പറഞ്ഞില്ലേ എല്ലിലില്ലേ, അപ്പോൾ കിട്ടിയതാണ്. എ സൈൻ kx L ഈക്വൽ ടു 0 ആണെങ്കിൽ kx L ഈക്വൽ ടു nx ഇൻറ്റു പൈ. ഓക്കെ, ഇവിടെ നമുക്ക് kx ഈക്വൽ ടു nπ/L എന്ന് എഴുതാം, അതേ തന്നെ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് kx ഇങ്ങനെ എഴുതാം, kx സ്ക്വയർ എന്താവും, n²π²/L². ഓക്കെ, അപ്പോൾ kx² എന്നുള്ളത് നമുക്കറിയാം, നമ്മുടെ സൈനിൻ്റെ ഉള്ളിൽ 2mEx/h² ആയിരുന്നു അല്ലേ. നമ്മൾ കുറച്ച് താഴ്ത്തി നോക്കിയാൽ മനസ്സിലാവും. kx² എന്നുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ kx² എന്തിനെ വിളിച്ച് 2mEx/h². അപ്പോൾ നമ്മളിവിടെ കൊടുക്കുക, ബട്ട് kx² ഈസ് ഈക്വൽ ടു 2mEx/h². അപ്പോൾ ഈ kx² n²π² അത് ആണ് കൊടുക്കുക, nx ആട്ടോ അവിടെ, nx²π²/L² ഈസ് ഈക്വൽ ടു 2mEx/h². അപ്പോൾ അത് റീഅറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എനർജി കിട്ടും. എക്സ് ഡയറക്ഷനുമായി അസോസിയേറ്റ് ചെയ്ത എനർജി കിട്ടും. എക്സിലെ ആ മൂവ്മെൻറ്റുമായും അല്ലെങ്കിൽ ആ എക്സ് ഡയറക്ഷനുമായി അസോസിയേറ്റ് ചെയ്ത പാർട്ടിക്കിളിൻ്റെ എനർജി, ദാറ്റ് ഈസ് ഈക്വൽ ടു EX ഈസ് ഈക്വൽ ടു nx²π²/2ml². അപ്പോൾ ഇത് എക്സ് ഡയറക്ഷനുമായി ബന്ധപ്പെട്ട മാത്രം എനർജിയാണ്. അപ്പോൾ 1D വെല്ലിൽ നമുക്ക് ഇതേ എക്സ്പ്രഷനാണ് കിട്ടിയത്. ഇവിടെ ഒന്നും കൂടി ഉണ്ട്,
ഈ ഇ വൈയും കൂടി ഉണ്ട്. അപ്പോൾ ഇതൊരു എക്സ്പ്രഷൻ ഇത് കഴിഞ്ഞിട്ടില്ല. ഈ ഒരു എക്സ്പ്രഷൻ സപ്പോസ് ദിസ് ഈസ് എ. ഇനി ഇ വൈ ഇതുപോലെ കിട്ടും. കെ വൈ എന്നുള്ള എന്താ കിട്ടിയത്? കെ വൈ ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു എൻ വൈ ഇൻറ്റു പൈ. അതുപോലെ കെ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? 2MEY/H⁻². ഇത് രണ്ടും കൂടി ഇതിനെ സ്ക്വയർ ചെയ്തു, രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇതേ എക്സ്പ്രഷൻ കിട്ടും. ഇ വൈ എന്നുള്ളത് കിട്ടും. ഇ വൈ ഈസ് ഈക്വൽ ടു ഇവിടുത്തെ ഈ എൻ എന്നുള്ള നമ്പർ മാറിയിട്ടുണ്ടാവും. NY ആയിരിക്കും. N² Π²H²/2ml². ഓക്കെ. അപ്പോൾ ഇ വൈയും കിട്ടി, ഇ എക്സും കിട്ടി. അപ്പോൾ ടോട്ടൽ എനർജി ഇ ഈസ് ഈക്വൽ ടു എന്താണ്? EX + EY ആണ്. എക്സ് ഡയറക്ഷനുമായി അസോസിയേറ്റ് ചെയ്ത എനർജി പ്ലസ് വൈ ഡയറക്ഷനുമായി അസോസിയേറ്റ് ചെയ്ത എനർജി. അപ്പോൾ ഈ 1 ഡയമെൻഷൻ ആയ സമയത്ത് 1D വെല്ലിൽ ഇത് ഒന്ന് മാത്രമേ ഉള്ളൂ. 2D വെല്ലാവുമ്പോൾ എക്സുമായി ബന്ധപ്പെട്ട എനർജി ഉണ്ട്, വൈയുമായി ബന്ധപ്പെട്ട എനർജി ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത് രണ്ടും ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു ഇത് ബി ആണ് നിൽക്കുക. ഇക്വേഷൻ ബി. ഇത് ഇക്വേഷൻ എ, എക്സുമായി ബന്ധപ്പെട്ട. അങ്ങനെയാണെങ്കിൽ A+B, EX + EY എന്നുള്ളത് A+. ആ രണ്ടും കൂടി കൂട്ടുക, അതായത് NX² Π². അപ്പോൾ ടോട്ടൽ എനർജി ഇങ്ങനെ ആയിരിക്കും. എക്സ് ഡയറക്ഷനുമായി ബന്ധപ്പെട്ടതാണിത്, വൈ ഡയറക്ഷനുമായി ബന്ധപ്പെട്ടതാണിത്. ഒരുമിച്ച് ഇതിൽ കോമൺ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതാണെങ്കിൽ NX² + NY², പിന്നെ Π²H²/2ml². അതാണ് ടോട്ടൽ എനർജി. അപ്പോൾ എനർജിയും കിട്ടി, വേവ് ഫംഗ്ഷനും കിട്ടി. വേവ് ഫംഗ്ഷൻ എന്താ കിട്ടിയത്? ഇതാണ്. അപ്പോൾ ഇവിടെ NX NY അതാണ് ഇവിടുത്തെ ക്വാണ്ടം നമ്പേഴ്സ്. NXഉം NY അത് അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ്? NX ഓർ NY അതിൻ്റെ വാല്യൂസ് എങ്ങനെ? 1 2 3 4 ഈ ഇത്തരം വാല്യൂസാണ് അവിടെ എടുക്കുക. അപ്പോൾ NXനും NYക്കും ഏതാണ്? അപ്പോൾ ഈ 1 2 3 ഇതാണ് ഇതിൻ്റെ ക്വാണ്ടം സ്റ്റേറ്റ് ഏതാണെന്ന് തീരുമാനിക്കുക. അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതാണ് ഇതിൻ്റെ ക്വാണ്ടം നമ്പേഴ്സുകളാണ്. അപ്പോൾ പാർട്ടിക്കിൾ ഇൻ 2 ഡയമെൻഷണൽ ബോക്സിലെ ക്വാണ്ടം നമ്പേഴ്സാണ് NX NY. അപ്പോൾ NX ഏറ്റവും അതിന് കുറഞ്ഞ വാല്യൂ എന്താ വരിക? ലീസ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് NX ആൻഡ് NY. ലീസ്റ്റ് പോസിബിൾ വാല്യൂ എന്താണ്? 1 1. NX = 1, NY = 1. രണ്ടും 1 കൊടുക്കുക. അപ്പോൾ ആ സമയത്ത് വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും? വേവ് ഫംഗ്ഷനിൽ NXൽ 1 കൊടുക്കുക, NYക്ക് 1 കൊടുക്കുക. അപ്പോൾ ഗ്രൗണ്ട് ഏറ്റവും ചെറിയ സ്റ്റേറ്റ്, ഏറ്റവും താഴെയുള്ള സ്റ്റേറ്റ്, ആ സമയത്ത് എക്സ് വൈ എന്താണ്? സൈൻ NπX എന്നുള്ള N 1 ആണ്. അപ്പോൾ πx/L സൈൻ πy/L അങ്ങനെ വരിക. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ 1 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളെങ്ങനെ കരുതിയിട്ടുള്ളത്? സൈ ഓഫ് NX NY. NXൻ്റെ വാല്യൂ NYൻ്റെ വാല്യൂ 1 1 കൊടുക്കും, അതാണ്. അപ്പോൾ ആ സമയത്തുള്ള എനർജി ഈ 1 1 എന്താണ്? NX = 1 കൊടുക്കുക. എനർജിയുടെ എക്സ്പ്രഷനിൽ 1 1. അപ്പോൾ എന്താ വരിക? 1² Π²H²/2ml². that is equal to 2π²H²/2ml². ഇതാണ് E11. ഇതാണ് ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് 2 ഡയമെൻഷണൽ ഇൻഫൈനൈറ്റ് വെൽ. അപ്പോൾ ഏറ്റവും ചെറിയ എനർജിയാണിത്. അപ്പോൾ ആ പാർട്ടിക്കിളിന് വെല്ലിലുള്ള ഏറ്റവും ലീസ്റ്റ് പോസിബിൾ എനർജി. ഇനി അതിൻ്റെ മേലെയുള്ള എനർജി, അടുത്ത എനർജിയുടെ വാല്യൂ കിട്ടണമെങ്കിൽ എന്ത് കൊടുക്കുക? ഇവിടെ ഇപ്പോൾ NXഉം NYയും 1 2 3 ഏത് കൊടുക്കാം? ഏറ്റവും ചെറുത് എടുക്കുമ്പോൾ കിട്ടുന്നതാണ് ഇത്. അടുത്ത വാല്യൂ എന്താ? NX 1 എടുക്കാം, NY 2 എടുക്കാം. അതല്ല അടുത്ത വലിയ വാല്യൂ. നെക്സ്റ്റ് പോസിബിൾ വാല്യൂ ഓഫ് NX ആൻഡ് NY. അപ്പോൾ നെക്സ്റ്റ് പോസിബിൾ വാല്യൂ എന്താണ്? NX = 1, NY = 1 എടുത്താൽ സെയിം നേരത്തെ അത് തന്നെ ആയില്ലേ. അപ്പോൾ NY = 2.
പിന്നെ 1ന് 2ൻ്റെ അടുക്ക് വേറെ വാല്യൂ പറ്റൂല. അപ്പോൾ ഈ ഒന്ന് എടുക്കുക, ഒന്ന് മറ്റേത് 2 എടുക്കുക. ആ സമയത്ത് സൈ എന്താവും? സൈ ഓഫ് എക്സ് വൈ. ഇവിടെ ഞാൻ 1 2 എന്ന് കൊടുത്തു, കാരണം മാറാതെക്കാൻ വേണ്ടി. 1,2 ഈസ് ഈക്വൽ ടു 2/L സൈൻ പൈ എക്സ് ബൈ എൽ സൈൻ 2πy/L അല്ലേ? ഇവിടെ 2 അല്ലേ വരിക? ഇവിടെ നമ്മളെ വേവ് ഫംഗ്ഷൻ ഉണ്ടല്ലോ ഇവിടെ ഒന്നാമത്തെ NX 1 കൊടുക്കുക, NY 2 കൊടുക്കുക. ആ സമയത്തുള്ള എനർജി കിട്ടാൻ എന്ത് ചെയ്യുക? ഇവിടെ NX 1 NY 2 എനർജിയുടെ എക്സ്പ്രഷനിൽ അപ്പോൾ കൊടുക്കുമ്പോൾ NXൻ്റെ അവിടെ 1 NYൻ്റെ അവിടെ 2, അപ്പോൾ 1² + 2² 1 + 4, അപ്പോൾ 5π² h²/2 ml². ഇതാണ് E12. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് പോസിബിളാണ്. ഇതുപോലെ തന്നെ NX = 2 ആൻഡ് NY = 1 എന്നുള്ള സ്റ്റേറ്റും പറ്റും. ആ സമയത്ത് സൈ എന്താ? സൈ 2 1. ക്വാണ്ടം നമ്പർ ഞാൻ സൈൻ്റെ കൂടെ അടയാളപ്പെടുത്തിയതാണ്, കാരണം അത് പെട്ടെന്ന് കണ്ടാൽ അതിന് തിരിച്ചറിയല്ലോ അവിടെ NX ഏതാണ് ഇതാണെന്ന്. സൈ ഓഫ് 2 1 ഈസ് ഈക്വൽ ടു എന്താവും? 2/L സൈൻ ഇവിടെ NX 2 കേട്ടോ, സൈൻ 2πx/L സൈൻ πy/L. ഈ സമയത്ത് എനർജി തന്നെ ആയിരിക്കും, കാരണം ഇവിടെ 1 ഉള്ള ഇവിടേക്ക് മാറി ഇത് തന്നെ എനർജി സെയിം തന്നെ. 5 ഈ 2 1 എന്നുള്ളത് 5π² h²/2 ml². ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു E12. കാരണം ഇവിടെ ഇപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ NX² + NY² ആണ്. അപ്പോൾ ഒന്ന് രണ്ടും അങ്ങോട്ടും മാറിച്ചിട്ട് എനർജിക്ക് മാറ്റം വരുന്നില്ല, പക്ഷേ ക്വാണ്ടം സ്റ്റേറ്റ് മാറുന്നുണ്ട്, വേവ് ഫംഗ്ഷൻ മാറുന്നുണ്ട്. നേരത്തെ വേവ് ഫംഗ്ഷൻ πx/L സൈൻ 2πy ഇതായിരുന്നു, ഇവിടെ വേവ് ഫംഗ്ഷൻ 2πx/L സൈൻ πy. അപ്പോൾ ക്വാണ്ടം സ്റ്റേറ്റ് മാറ്റുന്നുണ്ട്, പക്ഷേ എനർജി സെയിം ആണ്. അപ്പോൾ ഒരേ എനർജി സ്റ്റേറ്റ് 5π² h²/2 ml² 2 ക്വാണ്ടം സ്റ്റേറ്റ് പോസിബിൾ. ഫോർ ദ എനർജി സ്റ്റേറ്റ് 5π² h²/2 ml², 2 ക്വാണ്ടം സ്റ്റേറ്റ്സ് ആർ പോസിബിൾ. ഇതൊക്കെയാണ് NX = 1 ആൻഡ് NY = 2 ആൻഡ് NX = 2 ആൻഡ് NY = 1. ഇത് രണ്ടും 2 ക്വാണ്ടം സ്റ്റേറ്റുകളാണ്, പക്ഷേ എനർജി സെയിം ആണ്. ഇങ്ങനത്തെ ഈ ഒരു അവസ്ഥയെ പറയുന്ന പേരാണെന്ത്? ഡീജനറസി. ദ എക്സിസ്റ്റൻസ് ഓഫ് മോർ ദാൻ 1 ക്വാണ്ടം സ്റ്റേറ്റ് വിത്ത് സെയിം എനർജി. ഒരേ എനർജിയിൽ രണ്ടോ അതിൽ കൂടുതലോ ക്വാണ്ടം സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഡീജനറേറ്റ് എനർജി സ്റ്റേറ്റ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഈസ് ഡീജനറേറ്റ് എന്ന് പറയാം. അപ്പോൾ ഈ നെക്സ്റ്റ് പോസിബിൾ ഇതിപ്പോൾ ഫസ്റ്റ് വാല്യൂ 2 1 ആയതാണ്, പിന്നത്തെ വാല്യൂ ഏതെങ്കിലും 1 മറ്റേത് 2. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റിന് ഏറ്റവും ബേസിക്കായ ലെവലിനെ നമ്മളെന്താ വിളിക്കുക? ഗ്രൗണ്ട് സ്റ്റേറ്റ് ഓഫ് എനർജി വെൽ, 2 ഡയമെൻഷണൽ ഇൻഫൈനൈറ്റ് വെൽ. അടുത്തതിനെന്താ വിളിക്കുക? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഇതിനെ വിളിക്കുന്ന പേര് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. നമ്മളപ്പോൾ ലാസ്റ്റ് പറഞ്ഞത് ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് 2D ഇൻഫൈനൈറ്റ് വെൽ. ഓക്കെ, ഇനി സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്താ? സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് നെക്സ്റ്റ് പോസിബിൾ എനർജി ലെവൽ. അപ്പോൾ NX NY ഇതിൻ്റെ വാല്യൂ ഏതാ പറ്റുക? ഒന്നിൻ്റെ വാല്യൂ 1 മറ്റിൻ്റെ വാല്യൂ 3 ആണോ, അല്ലെങ്കിൽ 2 കൊടുക്കുന്നതാണോ? ഏതാണ് ഏറ്റവും ചെറുത് നോക്കുക. നമ്മളെ എനർജിയുടെ എക്സ്പ്രഷനിൽ NX² + NY², NX² + NY² അല്ലേ എനർജിയുടെ എക്സ്പ്രഷനിലുള്ളത്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഏതാ ചെറുത് നോക്കുക. 1² + 3² എന്താ? 1 + 9 10.
2² + 2² 8. അപ്പോൾ ഇതാണ് ഏറ്റവും കുറഞ്ഞ എനർജി തരിക, 2ഉം 2ഉം വരുന്നത്. അപ്പോൾ nx = 2, ny = 2. അതാണ് നെക്സ്റ്റ് പോസിബിൾ എനർജി ലെവൽ, ഏറ്റവും ചെറിയ എനർജി തരുന്നത്. ആ സമയത്ത് വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും, എനർജി എന്തായിരിക്കും, nx² + ny² π² h²2ml², 2 2. അപ്പോൾ 2² + 2² എന്ന് പറഞ്ഞാൽ 8 π² h²2ml². സൈ വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും, 2 2ൽ 2/l sin 2πx/l sin 2πy/l. ഈ എനർജി ലെവൽ ഡീജനറേറ്റ് ആണോ? അല്ല, കാരണം ഇവിടെ ഇപ്പോൾ ഈ എനർജിയിൽ ഇപ്പോൾ ഇത് രണ്ടും മാത്രമേ പറ്റുള്ളൂ. ഇതെന്താണ് അപ്പോൾ, സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. ഇനി അടുത്ത പോസിബിൾ എനർജി ഏതാ, 1ഉം 3ഉം ആണ് നെക്സ്റ്റ് പോസിബിൾ. nx = 1, ny = 3, or nx = 3 and ny = 1. ഇത് രണ്ടും പറ്റും. അപ്പോൾ ഇത് രണ്ടിലും സെയിം എനർജിയാണ് കിട്ടുക. അപ്പോൾ ഇത് അടുത്ത എനർജി ലെവൽ ഡീജനറേറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എനർജിയും ക്വാണ്ടം സ്റ്റേറ്റൊക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടെത്താം. ഓക്കെ, അപ്പോൾ ഞാൻ അത് ചെയ്യണില്ല, ഞാൻ പെട്ടെന്ന് എഴുതി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ എനർജി വരിക. ψ13 ഇതാണ് വരിക. അതുപോലെ ψ31 ആണെങ്കിൽ 2/l ഇങ്ങനെ 3πx/l πy/l ഇങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ ഒരു ആക്സിസിൽ നമ്മൾ എനർജി പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ വരിക, ഏറ്റവും ഗ്രൗണ്ട് ലെവൽ എനർജി എത്ര, 2π² h². ആദ്യത്തെ 2, പിന്നത്തെ 5 × π². ഉള്ളിൽ മറ്റേ ക്വാണ്ടിറ്റികളൊക്കെ സെയിം ആണ്. പിന്നത്തത് 10. ഓക്കെ, അപ്പോൾ അത് പ്ലോട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, ഇത് =0 എന്നുള്ള സ്റ്റേറ്റ് ഇല്ല കേട്ടോ. പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ =0 എന്നുള്ളൊരു അവസ്ഥ ഇല്ല. ഇതാണ് E11. അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് 2 വരിക, പിന്നെ 5 വരിക, E22. പിന്നെ കോയിഫിഷ്യൻ്റ് ആയിട്ട് E12. E12 ഇവിടെ 5 ആണ് വരിക, പിന്നെ 8 ആണ് വരിക, E22ൻ്റെത്. പിന്നെ 10 ആണ് വരിക, 1² + 3². E1. അപ്പോൾ നമ്മളെ ടെക്സ്റ്റിലത്തെ ഫിഗർ കാണിക്കാം. ഇതാണ് എനർജി ലെവൽ 11, പിന്നെ E12 or 21. ഇത് nx = 2, ny = 1, അല്ലെങ്കിൽ nx = 1, ny = 2. രണ്ടും ഒരേ എനർജിയാണ് നമ്മൾ പറഞ്ഞു. പിന്നെ 2 എന്നുള്ളത് ഒറ്റ എനർജിയിൽ, അതിൽ ഡീജനറസി ഇല്ല. പിന്നെ 3 1 or 1 3. ഓക്കെ, അപ്പോൾ 10 ആണ് വരുന്നത്. പിന്നെ 3 2 or 2 3, അങ്ങനെ പോവുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണിത്, ഇത് ഡീജനറേറ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് എനർജി ലെവൽസ് വരിക. ഇനി നമ്മൾ പ്ലോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് പ്ലോട്ട് ചെയ്യൽ കുറച്ച് പണിയുള്ള കാര്യമാണ്. പ്ലോട്ട് ഓഫ് മോഡുലസ് ഓഫ് ψ²ൻ്റെ പ്ലോട്ട്. അപ്പോൾ അത് ടെക്സ്റ്റിൽ നല്ല വൃത്തിയുള്ള രൂപമുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ലെവലിലെ 1 1 എന്നുള്ളത് ഇതിൻ്റെ പ്ലോട്ട് ഇങ്ങനെ വരിക.
ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ വേവ് ഫംഗ്ഷൻ്റെ പ്ലോട്ട്. അപ്പോൾ ഇത് എക്സ് ആക്സിസ് ആണ് കേട്ടോ, ഒന്ന് എക്സ് ഒന്ന് വൈ ആക്സിസ്. അപ്പോൾ നമ്മളത് ഇതിൽ വരയ്ക്കുകയാണെങ്കിൽ, അപ്പോൾ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം വേവ് ഫംഗ്ഷൻ നോക്കുക. വേവ് ഫംഗ്ഷൻ എന്താണ്? ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ വേവ് ഫംഗ്ഷൻ എന്താണ്? അല്ല, ഗ്രൗണ്ട് സ്റ്റേറ്റിലെ വേവ് ഫംഗ്ഷൻ 2/L sin πx/L sin πy/L. അപ്പോൾ നമ്മൾ 1 ഡയമെൻഷനൽ വെല്ലിൽ ആകെ ഒരു സൈനേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആയിരുന്നു വെല്ലിൻ്റെ ബൗണ്ടറി. ഇത് 0L ആണെങ്കിൽ ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ ഇവിടെ വൈൻ്റെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ വൈയിലും കൂടിയുള്ള രീതിയിലായിരിക്കും വരിക. ഒരു മല പോലെ ആയിരിക്കും വരിക, 3 ഡയമെൻഷനൽ ഫിഗർ. അപ്പോൾ അത് വരച്ച് നോക്കാം. അങ്ങനെ ഒരു മല പോലെ ആയിരിക്കും വരിക. ഓക്കെ, ഇനി ഇതേതിൻ്റാണ്? nx ഈക്വൽ ടു 1, ny ഈസ് ഈക്വൽ ടു 1. ഇനി nx ഈക്വൽ ടു 1, ny ഈസ് ഈക്വൽ ടു 2. ആ സമയത്ത് എങ്ങനെ വരിക? വേവ് ഫംഗ്ഷൻ എന്താണ്? വേവ് ഫംഗ്ഷൻ 2/L sin πx/L 2 ഇതാണ്. ആദ്യത്തിൽ ഒരു 1 ആണ് കോയിഫിഷ്യൻറ്റ്, പിന്നെ 2πy. അപ്പോൾ ഇവിടുത്തെ വേവ് ഇതെങ്ങനെ വരിക? നമ്മൾ ഇങ്ങനത്തെ ഒരു പ്ലെയിനിൽ പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ വൈ ഡയറക്ഷനിൽ എന്തായിരിക്കും? ഇത് y ആണ്, ഇത് x ആണ്. എക്സിൽ ഒറ്റ പീക്ക്, ഇങ്ങനെ ഒരു പീക്ക്. വൈയിൽ അല്ല, എക്സ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു പീക്ക്. വൈ ഡയറക്ഷനിൽ എക്സിൻ്റെ ലാസ്റ്റ് വരക്കാം, വൈൻ്റെ ആദ്യം വരക്കാം. വൈയിൽ ഇങ്ങനെയാണ്, 2 എണ്ണം അല്ലേ, 2πy അല്ലേ. അപ്പോൾ രണ്ട് പീക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് മോഡുലസിൻ്റെ സ്ക്വയറാണ് കേട്ടോ. സൈൻ ഇങ്ങനെ ശരിക്കും വരിക. അപ്പോൾ സ്ക്വയർ എടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ആവുന്നത്. അപ്പം ഇനി വൈയിലെങ്ങനെ വരിക? ഇങ്ങനെ രണ്ടും കൂടി ഒരു കമ്പൈൻഡായ. അപ്പോൾ നമ്മൾ ഒരു 2 കുന്നുകളുള്ള പോലെ. അപ്പോൾ നമ്മൾ ഇതിൽ നോക്കാം അതിന് കൃത്യമായ രൂപം. കണ്ടില്ലേ? ഇങ്ങനെ വരിക 2 1. ഇനി 1 2 എന്നുള്ളത് എന്തായിരിക്കും? ഇതിപ്പോൾ 2 1 അല്ലേ. അതായത് എക്സിൽ 2 എണ്ണം ഉണ്ട്, എക്സ് ഡയറക്ഷനിൽ. വൈ ഡയറക്ഷനിൽ 1, ഒരു പീക്ക്, ഒരു കാറ്റർക്കല്ലേ ഉള്ളൂ. ഇനി 3 1 ആണെങ്കിൽ എക്സിൽ 3 എണ്ണം, എക്സ് ഡയറക്ഷനിൽ 3 എണ്ണം. അറിയില്ലേ? എക്സിൽ 3 എണ്ണം. ഏതാണ് എക്സ് ഡയറക്ഷൻ? ഇവിടെ കാണിച്ചിട്ടുണ്ട് എക്സ് ഡയറക്ഷൻ ഏതാണ്. അപ്പോൾ ആ ഡയറക്ഷനിൽ 3 പീക്കുകൾ, വൈയിൽ 1 മാത്രം. വൈ ഡയറക്ഷനിൽ ഒറ്റ പീക്കല്ലേ ഉള്ളൂ. ഇനി എങ്ങനെ ഓരോന്നും ഇതിൽ നോക്കിയാൽ മതി. 1 2 എന്നുള്ള കേസാണെങ്കിൽ എക്സിൽ 1, ഏതാണ് എക്സ് കണ്ടില്ലേ? ഈ എക്സും വൈയും ഇവിടെ കാണിച്ചിരിക്കണം. അപ്പോൾ എക്സിൽ ഒരു ഒരു കയറ്റിറക്കം, വൈയിൽ 2 കയറ്റിറക്കം. 2 2 ആണെങ്കിൽ 4 കുന്നുകളുണ്ട്. 3 2 ആണെങ്കിൽ എക്സിൽ 3, വൈയിൽ 2. ഇപ്പോൾ ഇത് മോഡുലസ് ഓഫ് സൈൻ്റെ സ്ക്വയറാണ്, അതായത് പ്രോബബിലിറ്റി ഡെൻസിൻ്റെ പ്ലോട്ടാണിത്. അപ്പോൾ ഇത് 3 ഡയമെൻഷൻ ആയതുകൊണ്ട് നമ്മളെ പേജിലൊക്കെ വരയ്ക്കാൻ ലിമിറ്റേഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്തത്, പറഞ്ഞത്. അപ്പോൾ നമ്മൾ എനർജീൻ്റെ ഇത് ഒന്നും കൂടി നമ്മൾ പറയുകയാണ്. എനർജി എന്നുള്ളത് nx² + ny² π² h²/2ml² ആണ്, 2 ഡയമെൻഷൻ ആണെങ്കിൽ. ഇവിടെ 3 ഡയമെൻഷൻ ആണെങ്കിൽ ഇവിടെ ഒരു nz² എന്നും കൂടി ഉണ്ടാവും. ഓക്കെ, വേവ് ഫംഗ്ഷൻ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? XYZ ആയിരിക്കും. 3 ഡയമെൻഷനിൽ വെല്ലാണെങ്കിൽ എന്തായിരിക്കും? 2/L, ഒരു √2/L കൂടി ഉണ്ടാവും. സൈൻ
എൻ പൈ എക്സ് ബൈ എൽ ഉണ്ടാവും, എൻ സൈൻ എൻ വൈ പൈ വൈ ബൈ എൽ എന്നുണ്ടാവും, സൈൻ എൻ സെഡ് പൈ സെഡ് ബൈ എൽ. മൂന്ന് സൈൻ ഉണ്ടാവും. ഇതൊക്കെ 3 ഡയമെൻഷൻ്റെ കേസ് കേട്ടോ. 3D വെല്ലാണെങ്കിൽ, 3D ഇൻഫൈനൈറ്റ് വെല്ലാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഇതൊക്കെ 1 ഡയമെൻഷനിൽ പഠിച്ചാൽ എല്ലാം ഇതൊക്കെ എളുപ്പത്തിൽ പഠിക്കാം, അതായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കാമെന്നേ ഉള്ളൂ. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് 2 ഡയമെൻഷനൽ ഇൻഫൈനൈറ്റ് വെൽ. പിന്നെ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം, ചില സമയത്ത് വെല്ല് സ്ക്വയർ ആയിക്കോണമെന്നില്ല. റെക്റ്റാങ്കുലർ വെല്ലാണെങ്കിൽ ഇവിടെ 3 എല്ലാവില്ല. എക്സിൻ്റെ ഡയറക്ഷനിലുള്ള ലെങ്ത്ത് എക്സ്, LX, വൈ ഡയറക്ഷനിലുള്ള ലെങ്ത്ത് വ്യത്യാസം ഉണ്ടെങ്കിൽ LY, Z ഡയറക്ഷനിലുള്ള വ്യത്യാസം ഉണ്ടെങ്കിൽ LZ. ഇങ്ങനെ മൂന്നും കൊടുക്കേണ്ടി വരും, വ്യത്യാസം ഉണ്ടാവും. ആ സമയത്ത് എനർജി ഇവിടെ L² ഇവിടെ കോമൺ ആയിട്ട് വരില്ല. എന്താ വരിക? NX² ബൈ LX² ബൈ NY² ബൈ LY² പ്ലസ് NZ² ബൈ LZ². ഇപ്പോൾ LX, LY, LZ 3 ഡയറക്ഷനിലുള്ള ഒരു ബോക്സിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും സെയിം ആണെങ്കിൽ, അതായത് LXും LYയും LZും സെയിം ആണ്, അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ പുറത്തെടുക്കാം, L² വെച്ച് പുറത്തെടുക്കാം. അപ്പോൾ അങ്ങനെയാണ് ഇതിനെ നമ്മൾ ഇലാബറേറ്റ് ചെയ്യുക 3 ഡയമെൻഷനിലേക്ക്. അതുപോലെ വേരിയബിൾ ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം അല്ലെങ്കിൽ, വെല്ലിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും സെയിം അല്ലെങ്കിലൊക്കെ അങ്ങനെയാണ്